ഇന്ത്യയിൽ നിന്ന് മോദിയെപ്പോലെ ബ്രാൻഡ് ചെയ്യപ്പെട്ട മറ്റൊരു നേതാവില്ല എന്ന് പറയുമ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യവും മോദി എന്നത് തന്നെയായിരുന്നു. എത്രയോ സംസ്ഥാനങ്ങളിൽ ഇരട്ട എഞ്ചിൻ എന്നത് അവരുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാക്കി മാറ്റിയത് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ സമീപകാലത്ത് രാഷ്ട്രീയ നേതാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെട്ട മറ്റൊരു പേരില്ല എന്നത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതിപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ അടക്കം പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പേരുകൾ, ഒരുപക്ഷെ ഗാന്ധി കുടുംബത്തിലെ പ്രധാനപ്പെട്ട പേരുകൾ നമുക്ക് അറിയാം. അങ്ങനെ ലഭിക്കുന്ന പേരുകൾക്കപ്പുറത്ത് ഇതര രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഉള്ള ഒരു ബ്രാൻഡായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു. ആ ബ്രാൻഡിനെ അടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചു എന്നുള്ളതാണ് വിലയിരുത്തലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ബ്രാൻഡ് തന്നെയായിരിക്കും BJPക്ക് ഉയർത്തി കാണിക്കാൻ സാധിക്കുക. അങ്ങനെ വികസിത കേരളം, വിശ്വാസ കേരളം എന്ന മുദ്രാവാക്യം BJP മുന്നോട്ട് വയ്ക്കുന്നു. സുരക്ഷിത കേരളം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുമ്പോൾ ഇതാ BJP പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തിന്റെ നഗരവീഥിയിലൂടെ കടന്നു വരികയാണ്. അങ്ങനെ നേരത്തെ തന്നെ നൂറുകണക്കിന് അണികളും ആവേശത്തോടുകൂടി പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിന് വേണ്ടി കാത്തിരുന്നു. ഇപ്പോൾ ജനസാഗരമായി തിരുവനന്തപുരം നഗരം മാറി എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. എല്ലാവരുടെയും കൈകളിൽ BJPയുടെ പതാകകളുണ്ട്. പലരും BJPയുടെ തൊപ്പികൾ ധരിച്ചുകൊണ്ട്, ഷാളുകൾ അണിഞ്ഞുകൊണ്ട് BJP പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്ന സാഹചര്യം. അതിനൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയ ഭേദമന്യേ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയെ കാണുവാൻ ഉൾപ്പെടെ താല്പര്യമുള്ളവർ നേരത്തെ തന്നെ തടിച്ചുകൂടിയിരുന്നു എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്ന പാതകളിൽ ഇങ്ങനെ നിലയുറപ്പിച്ച, അതായത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ചിലയിടങ്ങളിൽ അണികൾക്കും പ്രവർത്തകർക്കുമൊന്നും നിൽക്കാൻ അവസരം നൽകിയിരുന്നില്ല. അത് സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടാണ്. പ്രത്യേക ഇടങ്ങൾ മാത്രമാണ് അനുവദിക്കപ്പെടുക. നിശ്ചിത അകലത്തിൽ മാത്രമാണ് പ്രധാനമന്ത്രിയെ അഭിസംബോധന ചെയ്യുക. പ്രധാനമന്ത്രി വാഹനം കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് അഭിസംബോധന ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അങ്ങനെ രാജ്യത്തെ ഏറ്റവും സുരക്ഷയുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാവ് കൂടിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇതാ നമുക്ക് BJP പ്രവർത്തകരുടെ ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു പാർട്ടി സമ്മേളനത്തിന് തുല്യമായ പ്രതീതിയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എവിടെയോ നടക്കുന്ന ഒരു തീർത്ഥാടന സഞ്ചയം പോലെ നമുക്ക് ഈ ആളുകളെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു റോഡ് ഷോ ഇതാ കടന്നു പോകുന്നു പ്രധാനമന്ത്രിയുടെ പിന്നാലെ എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കലാശക്കൊട്ടിന്റെ ആവേശം പോലെ ഉള്ള ഒരാൾ തിരക്ക് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിയുന്നത്ര BJP. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.